അയ്യോ മോളെ പെട്ടെന്നല്ലേ, അല്ലെങ്കിൽ ബസ് പോകും. ആണോ? ആഴ്ചയിൽ 7 ദിവസം ജോലിക്ക് പോകുന്ന എന്നെ ഒന്നും കേറ്റാതെ ഒരു ബസ്സും പോകില്ല ചേച്ചി. രാവിലെ കെട്ടി ഒരുങ്ങി തുണിക്കടയിലാന്നും പറഞ്ഞ് പോകും. എവിടെ പോവാണെന്ന് ആർക്കറിയാം. പാതിരാത്രിക്ക് കയറി വരും. അവളുടെ പോക്കും വരവും കണ്ടാലേ ജില്ലാ കളക്ടർ എന്നാ ഭാവം. എന്നാ നീ പോടാ അവിടെ പുറകെ മണപ്പിച്ച്. അവളാകുമ്പോ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. അവന് ഇഷ്ടപ്പെട്ടില്ല. ഒരേ വഴിയിൽ പുലരികളിൽ നിവയിലോ വിണ്ണിൻ പൊൻകണിയോ കിനാവുകൾ ചിന്നിയ പൂമിഴിയിൽ വെൺമലരോ അഴലിൻ നീർനനുവോ കുട്ടപ്പച്ചേട്ടാ, മെനങ്ങാന്ത 10 ഇന്നത്തെ 8 കൂടെ ചേർത്ത് മൊത്തം 18 മുട്ട. 90 രൂപ. ചേട്ടാ 100ന്റെ ഒറ്റ നോട്ട് തരുമോ? ഞാൻ 10 തിരിച്ചു തരാം. ശരി ചേട്ടാ, ഒരു ഉപ്പുവെള്ളം കൂടെ. നോറി, നിന്നോട് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട് ബസ്സിൽ കയറുന്ന പെമ്പിള്ളേരോട് മര്യാദയ്ക്ക് പെരുമാറണമെന്ന്. നീ ഏതെങ്കിലും പെമ്പിള്ളേരോട് ഈ സ്വഭാവം നീ കാണിച്ചോണ്ടല്ലോ, നിന്റെ ശുണ്ണാണി അരി ഞാൻ തെരുവാട്ടിക്കിട്ട് കൊടുക്കും. പറഞ്ഞാട്ടോടോ. കിട്ടേണ്ട കിട്ടിയപ്പോ സമാധാനമല്ലോ, ഇനി പോവാല്ലോ. ഇതെടുത്തോ. ഇത് മതിയോ? മതി. ചേച്ചി, ഇതൊന്ന് പാക്ക് ചെയ്യണം. എത്രയാ ചേട്ടാ? 250. എന്താ മോളെ ലേറ്റായ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു ചേച്ചി, എൻട്രൻസ് എക്സാം വരെയല്ലേ. ഞാൻ നിക്കിനോട് പറഞ്ഞായിരുന്നല്ലോ. സാരില്ല, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. പിന്നെ കാശ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണേ. വേണ്ട ചേച്ചി, എൻ്റെ ഓപ്പറേഷനും മറ്റായിട്ട് ഞാൻ കുറച്ചധികം അങ്ങോട്ട് തരാനില്ലേ. എന്തെങ്കിലും ഉണ്ട് ഞാൻ ചോദിച്ചോളാം. ശരിടാ, പോയിട്ട് വരാം. ചേച്ചി പോയിട്ട് വരാം. ശരി മോളെ. നീ തൊടുന്നതും പൂത്തുനിന്നുവോ പാതയോരമീ ചില്ലകളും പെയ്തു തീരുമീ മോഹജാലവും നിന്നെയോർക്കുകിൽ തെല്ലുരുകും നിന്റെ കണ്ണിലെ മൂകധ്യാനവും ഉള്ളിലാളുമീ ആഴിജ്വാലയും ഒരു കാര്യം പറഞ്ഞേക്കാം, പിള്ളേരെ കൊണ്ടുപോണ കൊള്ളാം, കാശ് കൊടുത്തേക്കണം. ഞാനങ്ങ് നിന്റെ വീട്ടിൽ വരും, അറിഞ്ഞേക്കാം.
ഒറ്റ മണിക്കൂറേ. ആ ശരി ചേച്ചി, ഓക്കെ. ആഹാ, ഡീ നിക്കടി അവിടെ. നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞു എൻ്റെ കൂടെ ഒന്ന് നിൽക്കാൻ? ഈ ഹിന്ദിക്കാര് പിള്ളേരെ കൊണ്ടൊന്നും ബിസിനസ് കൊണ്ടു നടക്കാൻ പറ്റുന്നില്ലടി. നീ ഒന്ന് കൂടെ വന്ന് നിന്നാ മതി. കസ്റ്റമേഴ്സ് ഒക്കെ വരുമ്പോ ഞാൻ അവളുമാരെ വിട്ടോളാന്ന്. അല്ലെങ്കിൽ തന്നെ ഈ വെള്ളവും കഞ്ചാവും അടിച്ച് പിരിവെട്ടി നടക്കുന്ന യവന്മാർക്ക് എന്ത് ഹിന്ദിക്കാര്, എന്ത് മലയാളി. എടി കൊച്ചെ, ഞാൻ പറഞ്ഞത് ആലോചിക്ക്. എടി, നിനക്ക് പഴയ പോലല്ല കാശ് കൊണ്ട് തരാന്ന്. ഇത്ത എന്നെ വിട്ടേക്ക്. നിങ്ങൾ എന്നെ കൊണ്ട് കുറെ ഉണ്ടാക്കിയതല്ലേ, എന്നിട്ട് ആരെങ്കിലും രക്ഷപ്പെട്ടു? പോട്ടെ, നിങ്ങൾ രക്ഷപ്പെട്ടു. ഇപ്പൊ പോയോ രക്ഷപ്പെട്ടു. എന്നെ വിട്ടേക്കിത്ത, ഞാൻ ഇല്ല. കുറച്ചുകൂടി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ ആരുമില്ലായിരുന്ന സമയത്തെ കിടക്കാനൊരിടം തന്ന നിങ്ങളാണ്. പക്ഷെ ഇപ്പൊ ഞാൻ ആരുമില്ലാത്തവളല്ല. നീ മുടിഞ്ഞു പോകത്തേ ഉള്ളൂ. ഒന്നും ചെയ്യല്ലേ ചേച്ചി, എനിക്ക് വിശന്നിട്ടാ. തെണ്ടി തിന്ന് മടുത്ത്. ഒന്നും ചെയ്യല്ലേ ചേച്ചി. ആരാണത്? ആരാണ്? അയ്യോ, എന്റെ മക്കളൊന്നും ചെയ്യല്ലേ, എന്റെ മക്കളൊന്നും ചെയ്യല്ലേ, എന്റെ മക്കളൊന്നും ചേച്ചി ഇത് കൊണ്ടുപോക്കോ. വിശന്നാ ബാഗ് തട്ടിപ്പറിക്കോ? അയ്യോ, എന്റെ മക്കളൊന്നും ചെയ്യല്ലേ മോളെ. പാവ കുഞ്ഞുങ്ങളാണ്, വിശന്നിട്ടായിരിക്കുള്ള അങ്ങനെ ചെയ്തത്. എന്റെ മോന്റെ മക്കളാണ്. എന്റെ മോനെ നല്ല പെയിന്റിങ് ഓടിക്കാരനായിരുന്നു. അവനെ പണിയും കഴിഞ്ഞ് വരുമ്പോ റെയിൽവേ ട്രാക്കിൽ ഒരു പശു നിൽപ്പുണ്ടായിരുന്നു. അതിനെ രക്ഷിക്കാൻ വേണ്ടി എന്റെ മോനെ ഓടിച്ചെന്നതാണ്. രണ്ടിനെ തട്ടി തെറിപ്പിച്ച് കളഞ്ഞു മോളെ. എന്റെ മോൾ ഓടിച്ചെന്ന് അവനെ പൊറിഞ്ഞിട്ട് വെച്ചേക്കണത് കണ്ട് അവളുടെ സമനില തെറ്റിപ്പോയോളെ. പിന്നെ എങ്ങോട്ടോ പോയി. കുറെ അന്വേഷിച്ചു, ഒരുപാട് അന്വേഷിച്ചു നോക്കി, കണ്ടില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് ആരുമില്ല. ഈ പ്രായത്തിൽ ഞാൻ എന്റെ മക്കൾ ഞാൻ കുട്ടിയെ കൂടൂല മോളെ. എന്റെ കുഞ്ഞുങ്ങളെ അമ്മ, അമ്മക്കറിയാതമ്മ, ഇനി ഇവര് കക്കാനും പിടിച്ചു പറിക്കാനും ഒന്നും പോണ്ട. ഞാൻ നോക്കിക്കോളാം അമ്മ, പോലെ ഞാൻ നോക്കിക്കോളാം.
തുമ്പികൾ വന്നു ചേരുവാനമ്മ നെഞ്ചിലെ ചില്ലയിവൾ ഏതു ബന്ധമോ ഏതു പുണ്യമോ ഏതു ജന്മമോ ബാക്കിയായവൾ ഒരേ വഴിയിൽ പുലരികളിൽ നിരയിലോ വിണ്ണിൻ പൊൻകണിയോ കിനാവുകൾ ചിന്നിയ പൂമിഴിയിൽ വെൺമലരോ അഴലിൻ നീർന്നനോ വാർമഴയാണോ പെയ്യാമുകിലാണോ കായൽ തിരയാണോ തെന്നലിൻ ചിരിയാണോ ആരാരിവളോ ഓടങ്ങൾ നെഞ്ചിൽ വിങ്ങും നേരത്തും ഏതോ പാട്ടിൻ നീണങ്ങൾ മൂളും നീയാരോ നാളത്തെ നേരിന്നാളം നീയാകും മായാദീപം എന്നാളും ഓമൽ കൈനീട്ടും